ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇത്തിഹാദ് റെയിൽ പദ്ധതി പൂർത്തിയാകുന്നതോടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. പ്രവാസികൾക്കും സ്വദേശികൾക്കും ഇത് നേട്ടമാകും. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായതിനാൽ റെയിൽവേ പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിൽ ആരംഭിക്കുന്നതോടെ ആയിരക്കണക്കിന് പേർക്ക് വിവിധ മേഖലകളിൽ തൊഴിൽ ലഭിക്കും. റെയിൽവേയുടെ സുഗമമായ പ്രവർത്തനത്തിന് വലിയൊരു സാങ്കേതിക നിര ആവശ്യമായതിനാൽ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ തൊഴിലവസരമുണ്ടാകും. പാസഞ്ചർ സർവീസ് തുടങ്ങുന്നതോടെ കൂടുതൽ ലോക്കോ പൈലറ്റുമാരെ ആവശ്യമായി വരും. ട്രാക്കുകൾ, സിഗ്നലിംഗ് സംവിധാനങ്ങൾ, ട്രെയിൻ കോച്ചുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കായി മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ എഞ്ചിനീയർമാർക്ക് അവസരമുണ്ടാകും. ആധുനിക കമ്പ്യൂട്ടറൈസ്ഡ് സിഗ്നലിംഗ് സംവിധാനമായതിനാൽ IT കമ്മ്യൂണിക്കേഷൻ വിദഗ്ധർക്ക് വലിയ സാധ്യതയുണ്ട്. 11 സ്റ്റേഷനുകൾ തുറക്കുന്നതോടെ ഓരോ സ്റ്റേഷനിലും നൂറുകണക്കിന് ജീവനക്കാരെ ആവശ്യമായി വരും. സ്റ്റേഷനുകളുടെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സ്റ്റേഷൻ മാനേജറുടെയും സൂപ്പർവൈസർമാരുടെയും ഒഴിവുകളുണ്ട്. ട്രെയിനുള്ളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് മേഖലയിൽ ധാരാളം ഒഴിവുകൾ വരും. സ്റ്റേഷനുകൾക്കുള്ളിലെ കടകൾ, കഫേകൾ, ഫാർമസികൾ എന്നിവിടങ്ങളിൽ ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കും. ഇത്തിഹാദ് റെയിലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ കരിയർ പേജ് വഴിയാണ് ഒഴിവുകൾ അറിയിക്കാറുള്ളത്. കൂടാതെ ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമുകളിലും അവർ റിക്രൂട്ട്മെന്റ് വാർത്തകൾ പങ്കുവയ്ക്കാറുണ്ട്. രാജ്യാന്തര തലത്തിലുള്ള റെയിൽവേ കമ്പനികളുമായാണ് ഇത്തിഹാദ് റെയിൽ സഹകരിക്കുന്നതെന്നതിനാൽ അത്തരം ഗ്ലോബൽ കമ്പനികൾ വഴി നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. UAE ഷോപ്പിംഗ് പ്രേമികൾക്ക് സന്തോഷ വാർത്ത. ഈ വർഷം 7 അത്യാധുനിക മാളുകൾ പ്രവർത്തനം ആരംഭിക്കുന്നു. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർക്ക് തൊഴിലും ലഭിക്കും. വിനോദം, ആരോഗ്യം, പ്രകൃതിയോട് ഇണങ്ങിയ അന്തരീക്ഷം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന വ്യത്യസ്തമായ രൂപകൽപ്പനയാണ് ഈ മാളുകളുടെ പ്രത്യേകത. ദുബായ് മാൾ, മാൾ ഓഫ് ദി എമിറേറ്റ്സ് തുടങ്ങിയ പ്രമുഖ മാളുകളുടെ വിപുലീകരണവും ഇതേ വർഷം തന്നെ പൂർത്തിയാകും. ഇതോടെ ഇന്ത്യക്കാരടക്കം ആയിരക്കണക്കിന് പേർക്ക് ജോലി സാധ്യതയും വർദ്ധിക്കും. സോഫ ഹാർഡാൻഡിലെ സോഫ മാളാണ് പുതിയ മാളുകളിൽ ഒരെണ്ണം. പ്രമുഖ മലയാളി വ്യവസായി PNC മേനോന്റെ ഉടമസ്ഥയിലുള്ള സോഫ റിയൽറ്റിയുടെ റീറ്റെയിൽ മേഖലയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണിത്. 2026 രണ്ടാം പകുതിയോടെ മാൾ തുറക്കും. പ്ലേ കോർട്ടുകൾ, ജിം, 10ലേറെ ഡ്രൈവിംഗ് കേന്ദ്രങ്ങൾ എന്നിവ ഇവിടെ ഉണ്ടാകും. വാദി അൽ സഫ 2-ൽ സ്പാനിഷ് വാസ്തുവിദ്യയിൽ ഒരുങ്ങുന്ന ലിവാൻ മാൾ ഔട്ട്ഡോർ ഷോപ്പിംഗിനും റൂഫ് ടോപ്പ് പൂളിംഗിനും പ്രാധാന്യം നൽകുന്ന വില്ല സ്ക്വയർ എന്നിവയും അടുത്ത വർഷം സന്ദർശകരെ വരവേൽക്കും. ദുബായ് സൗത്ത് റെസിഡൻഷ്യൽ ഡിസ്ട്രിക്റ്റിൽ ഗലൂൺ കാഴ്ചകളോടെ ഒരുങ്ങുന്ന സൗത്ത് ബേ മാൾ മറ്റൊരു ആകർഷണമാണ്. ദുബായ് ക്രീക്ക് ഹാർബറിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദുബായ് സ്ക്വയർ, വനത്തിനു നടുവിലെ ഷോപ്പിംഗ് എന്ന അനുഭവം നൽകുന്ന ഗാഫൂഡ്സ് മാൾ എന്നിവയാണ് മറ്റു മാളുകൾ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ദുബായ് ഗ്ലോബൽ വില്ലേജ് 30ാം സീസൺ മെയ് 10-ന് സമാപിക്കും. ഈ മാസം സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത് ഒട്ടേറെ വിനോദ പരിപാടികളാണ്. വിനോദത്തിൻ്റെയും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും സംഗമവേദിയായ ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 30ാം സീസൺ മെയ് 10-ന് സമാപിക്കും. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള 90-ലേറെ സംസ്കാരങ്ങൾ അണിനിരക്കുന്ന ആഘോഷവേദിയാണിത്. സീസൺ അവസാനിക്കാൻ ഏതാനും മാസങ്ങൾ കൂടി ബാക്കി നിൽക്കെ ജനുവരിയിൽ വൈവിധ്യമാർന്ന കലാപരിപാടികൾ സന്ദർശകരെ കാത്തിരിക്കുന്നു. ലോക പ്രശസ്തരായ താരങ്ങളെ നേരിൽ കാണാനും ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റേജ് ഷോകൾ ആസ്വദിക്കാനും വിവിധ രാജ്യങ്ങളുടെ തനത് രുചികൾ ആസ്വദിക്കാനും ഇനിയും അവസരമുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന വിനോദ റൈഡുകളും ഷോപ്പിംഗ് അനുഭവങ്ങളും ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സന്ദർശകരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.